ഇത്തവണ ബോണസ് കണ്ടന്റിൽ എപ്സ്റ്റീൻ ഫയൽസ് തന്നെയാണ് തുടരുന്നത്. കാരണം ഈ വിഷയം ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെൻറ്റ് പോലും നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയലിൻ്റെ കൂടുതൽ ഉള്ളറകളാണ് നമ്മൾ ഇത്തവണ പരിശോധിക്കുന്നത്. ഒരു രാത്രി ഒരു സെല്ലിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവർ തമ്മിലൊരു ഹോമോസെക്ഷൽ ബന്ധമുണ്ടോ എന്ന് പോലും ആ സമയത്ത് ടാബ്ലോയിഡുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കൺഫ്യൂഷനാണ് ആക്ച്വലി ഇപ്പം നടക്കുന്ന ഡിസ്കഷൻ്റെ മറ്റൊരു വശം. അതായത് എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും നമ്മൾ കരുതുന്ന രാജ്യങ്ങളുടെയും ഭരണ സംവിധാനങ്ങൾക്കകത്ത് ഒരു അസ്ഥിരതയുണ്ട്. അപ്പോൾ US-ലെത്തി ഇയാളുമായിട്ടൊരു ആദ്യം ഒരു പ്രണയബന്ധമൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു. ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡിൽ തീരുന്നു വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കൊന്ന് നമ്മൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ആരാണ് എപ്സ്റ്റീൻ എന്നുള്ളത് സംബന്ധിച്ച് കുറച്ചുകൂടെ അറിയാം, അല്ലെങ്കിൽ അയാളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി അന്വേഷിച്ച് പോയാലാണ് നമുക്കതിൻ്റെ ഇയാളുടെ ഒരു ഗ്രോത്ത്, ഇപ്പോൾ ഈ മിസ്റ്റിക് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ എപ്സ്റ്റീൻ ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ളിടത്തു നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എപ്സ്റ്റീൻ എങ്ങനെയാണ് എപ്സ്റ്റീനിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ എപ്സ്റ്റീൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയിൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ആണല്ലോ ഈ എപ്സ്റ്റീനുമായിട്ടുള്ള ഏറ്റവും അടുത്ത പരിചയക്കാരൻ എന്നുള്ളതിൽ തുടക്കം മുതൽ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിലേക്ക് എത്തുന്നതിന് മുൻപ് ആരായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്താണ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഉള്ളതുപോലെ, അതായത് കുടിയേറ്റങ്ങൾക്കെതിരെ വലിയ നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപ് ആക്ച്വലി ജെഫ്രി എപ്സ്റ്റീൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റീൻ്റെ പാസ്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ വിനീതൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ അമ്മ ലിത്വാനിയക്കാരിയും അച്ഛൻ റഷ്യക്കാരും അവിടുന്ന് കുടിയേറി വന്നവരാണ്. പിന്നെ ഇവർ ഇടത്തരം ഫാമിലിയാണ്. ഈ ന്യൂയോർക്കിലെ സീഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് പറഞ്ഞാൽ ഈ മാസശമ്പളക്കാരെ ജീവിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ജീവിക്കുന്ന ഒരാളാണ് ഇയാൾ. ചെറുപ്പകാലത്ത് വലിയ ആഡംബര ജീവിതമോ അങ്ങനെയുള്ള ഒരു ആളെ ആയിരുന്നില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, പഠിപ്പിസ്റ്റ് പറയില്ലേ, ചെറുപ്പത്തിൽ തന്നെ ആരോടും മിണ്ടാത്ത, പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം ഇയാൾ കോളേജിൽ പോകുന്നുണ്ട്. കോളേജിൽ പോകുമ്പോൾ ഇയാൾ പഠിക്കുന്ന വിഷയമുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഹൃദയത്തിൻ്റെ ആ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ വിഷയത്തിലൊക്കെയാണ് ഗവേഷണം നടന്നത്. പക്ഷെ അത് പൂർത്തിയാക്കുന്നില്ല. അതിന് ശേഷമാണ് പിന്നീട് ഇയാളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതെ, അതിൽ നമ്മളിങ്ങനെ ഈ റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു സെക്ഷൽ ഒഫൻഡർ എന്ന നിലയിൽ ഇയാൾ ചെറുപ്പകാലത്ത് തന്നെ, അല്ലെങ്കിൽ ഇയാളുടെ സ്കൂളിംഗ് ടൈമിൽ തന്നെ ഒരു സെക്ഷൽ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഇയാൾ മാറുന്നുണ്ട് എന്നാണ് നമ്മുടെ അയാളുടെ ഒരു ജീവചരിത്രം നോക്കും അല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ചൈൽഡ് അബ്യൂസിന് തന്നെ ഇയാൾ ആദ്യഘട്ടത്തിൽ, അതായത് ഇയാൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈൽഡ് അബ്യൂസ് ചെയ്തതിന് ഇയാൾ പുറത്താക്കപ്പെടുന്നുണ്ട്. സ്കൂളിനകത്ത് നിന്ന് അയാൾ പുറത്താക്കപ്പെടുന്നുണ്ട്, സ്കൂൾ നടപടി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ കണക്കുകൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് തന്നെ പഠിക്കുന്ന ആൾ പിന്നീട് കണ്ടെത്തുന്ന ഒരു വലിയ മാർഗ്ഗമാണ് ഈ ലോക നേതാക്കളുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു ട്രംപ് ഭയങ്കര ഈസിലി അക്സസബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇയാൾ അതിനുശേഷം ഈ കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ US മാധ്യമങ്ങളും പറയുന്നത്. അത് ആ സമയത്ത് ഡിഗ്രി ഇല്ലാതെ തന്നെ ഇയാളൊരു അവിടുത്തെ ഒരു ഹൈ സൊസൈറ്റി സ്കൂളിൽ, ഡെങ്കി സ്കൂൾ മറ്റോ പേര് ന്യൂയോർക്കിൽ, അപ്പോൾ അവിടെ അധ്യാപകനായിട്ട് കയറുവാണ്. അത് പറഞ്ഞാൽ ഈ നമ്മൾ ഇന്ത്യയിൽ ഉദാഹരിച്ചാൽ ഈ അംബാനി സ്കൂൾ എന്നൊക്കെ പറയും. അതായത് എലൈറ്റ് ക്ലാസ് മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ. അപ്പോൾ അവർ അതിൻ്റെ ആ എലൈറ്റ് ക്ലാസ്സുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നു. ആ ബന്ധം വഴി ഇയാൾ വളരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെ പുറത്തു വന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ ഈ ഇലുമിനാണ്ടി കഥകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരൊക്കെ എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്ന ഫാമിലി സെറ്റപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ല എപ്സ്റ്റീൻ വരുന്നത്. എപ്സ്റ്റീൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഇടത്തരം സാധാരണ കുടുംബമായിരുന്നു. അയാൾ അവിടെ വന്ന് താമസിക്കുന്നു. അതിനുശേഷം ഈ ട്രംപുമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പുതിയ തൻ്റെ ഒരു പദ്ധതി, ഇങ്ങനൊരു പദ്ധതിയിലൂടെ തൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ തൻ്റെ ഒരു മനോവൈകൃതം അത് ലോകത്ത് ചിലവാക്കാൻ കഴിയുമെന്ന് ഇയാൾ തിരിച്ചറിയുന്നൊരു പോയിൻ്റുണ്ട്. അത് ഈ പറയുന്ന നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സൂചിപ്പിച്ച ഒരുപാട് പേരുമായിട്ടുള്ള ഇയാളുടെ ആ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് ഇയാളെ എത്തിച്ചത് ഇയാളുടെ ഈ ബുദ്ധിവൈഭവമായിരുന്നു എന്നാണ്. അതെ, ഇയാൾ ഈ ലെക്സ് വെക്സ്ലർ എന്ന് പറയുന്ന ഒരു ആളുടെ, അതായത് നമ്മുടെ ഈ വിക്ടോറിയ സീക്രട്ട് പോലെയുള്ള ഫാഷൻ ഇൻഡസ്ട്രിയൊക്കെ
ലെക്സ് വെക്സ്ലറെ പിന്നെ അടുത്ത ആളായിട്ട് മാറുന്നുണ്ട്. ഇയാൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനത്തിൽ പിന്നെ ജോലി ചെയ്യും. ലെക്സ് വെക്സ്ലറുമായിട്ട് ബന്ധപ്പെടും. ലെക്സ് വെക്സ്ലറുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സ്വകാര്യ ഫിനാൻസൊക്കെ ഇയാളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവർ തമ്മിലൊരു പിന്നെ ഹോമോസെക്ഷൽ ബന്ധമുണ്ടോ എന്ന് പോലും ആ സമയത്ത് ഈ പിന്നെ ടാബ്ലോയിഡുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1980, 70, 80 കാലഘട്ടത്തിൽ. അതിനുശേഷം ഇയാൾ പടിപടിയായി വളരുകയാണ്. ഇയാൾ യൂറോപ്പിലും യു എസിൽ നിന്നുള്ള ഈ പ്രത്യേകിച്ച് അത് നമുക്ക് നോക്കിയ ഒരു പാറ്റേൺ മനസ്സിലാവും. അതായത് പിന്നെ അമേരിക്കയിൽ ബിസിനസ് നടത്തുന്ന സ്പാനിഷ്, പിന്നെ മെക്സിക്കൻ, കനേഡിയൻ ഇങ്ങനെയുള്ള കോടീശ്വരന്മാരെ വച്ചുള്ളൊരു നെക്സസാണ് ഇയാളുടെ ഉണ്ടായിരുന്നത്. അത് പറയുന്നത് തന്നെ ഈ മണി ലോണ്ടറിങ്ങിൻ്റെ ഭയങ്കരമായിട്ടുള്ള വളരെ സീക്രട്ടായുള്ള കാര്യങ്ങൾ ഇയാൾ അന്ന് മുതലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പോൾ രസകരമായിട്ട് നമ്മൾ ഈ റിസർച്ച് പേപ്പർ നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് രസകരമായ മറ്റൊരു വസ്തുതയുള്ളത് ഇയാൾ ടീച്ചറായിരുന്നു. അതായത് 21ാമത്തെ വയസ്സിൽ ഇയാൾ ടീച്ചറാവുന്നു. നേരത്തെ സൂചിപ്പിച്ച അതിബുദ്ധിമാനായ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ജോലിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയായിരിക്കും. പക്ഷേ ഭയങ്കര പ്രൊഫൈൽ കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്സ്റ്റീനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആളുകൾ സമ്മതിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പല കാര്യത്തിനും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ യാത്രയുടെ കാര്യത്തിന് ബന്ധപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, ഫണ്ടിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് എപ്സ്റ്റീൻ ഇങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന് അറിയില്ല എന്നതാണ്. പക്ഷെ അപ്പോൾ അതെങ്ങനെ ഇയാൾ മറച്ചു വെച്ചു, അല്ലെങ്കിൽ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാൾ എങ്ങനെയാണ് ആ പ്രൊഫൈലിനെ ഹൈഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അയാൾ ടീച്ചറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം മ്യൂസിക് ബാൻഡിൻ്റെ ഭാഗമായി മ്യൂസിക് ബാൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അതിനുശേഷം ബാങ്കറാവുന്നു, ബാങ്ക് അഡ്വൈസർ ആവുന്നു. എന്ന് വെച്ചാൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടം നമുക്കറിയാം 1980-കൾക്കൊക്കെ ശേഷമാണ് ഇയാൾ സജീവമാകുന്നത്. ആ സമയത്തുള്ള അമേരിക്കൻ സൊസൈറ്റി സാധനത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ ഫ്രെയിംവർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമെന്ന് തോന്നുന്ന എല്ലായിടത്തും ഇയാളുടെ സാന്നിധ്യമുണ്ട്. മ്യൂസിക്കിലുണ്ട്, ഫിനാൻസിലുണ്ട്, ടീച്ചിങ്ങിലുണ്ട്. അപ്പോൾ അയാൾ വളരെ കൃത്യമായി ഈ പദ്ധതി ആ കാലഘട്ടത്തിൽ ആസൂത്രണം ചെയ്തു. അല്ല, ഈ പ്രൊഫൈൽ മാറുന്നത് നമുക്ക് കാണാം. പിന്നെ ഈ 90-കളിലാണ് പിന്നെ ഇവരുടെ കൂട്ടാളിയായ മാക്സ്വെൽ പിന്നെ ബ്രിട്ടനിൽ നിന്ന് വരികയും ഈ പിതാവിൻ്റെ മരണം ദുരൂഹമായ മരണമാണ്. അവരെ പിന്നീട് സാമ്പത്തികമായിട്ട് അവിടെ ഫ്രോഡ് കാണിച്ചു എന്ന് പറയുകയും ഇവർ ബ്രിട്ടനിൽ നിന്ന് പിന്നെ യു എസിലെത്തുന്നു. അപ്പോൾ യു എസിലെത്തി ഇയാളുമായിട്ടൊരു ആദ്യം ഒരു പ്രണയബന്ധമൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു. ഒരു ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം ഇയാളുടെ ഈ പ്രൊഫൈൽ മാറ്റുകയാണ്. ഇയാളുടെ കമ്പനികളും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇയാൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മേഖലകൾ നമ്മൾ ശരിക്കും ഞെട്ടും. കല, സയൻസ്, മറ്റേ ബാക്കിയുള്ള സാഹിത്യ, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ്, പിന്നെ പിന്നെ റിസർച്ച്, അങ്ങനെയുള്ള കൃഷിയിലൊക്കെ മറൈൻ റിസർച്ച്, കൃഷി, ഇങ്ങനെയൊക്കെയാണ്. അത് പറഞ്ഞാൽ നമ്മൾ വളരെ ഡീപ്പായി പോയാൽ ഇതിലൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഇയാൾ സ്പൈ ആണ്, ഇയാൾ ഡബിൾ ഏജൻ്റാണ്, ഇയാൾ മൊസാദാണെന്നൊക്കെ പറയുന്നത് ഈ ഇൻ്റർ കണക്ഷൻ കൊണ്ടാണ്. അതെ, അതിൽ ചിലപ്പം ആ ബുദ്ധി ഉണ്ടല്ലോ, അതായത് എല്ലാ മേഖലയിലും ഇടപെടാനുള്ള അയാളുടെ ബുദ്ധിയിൽ നിന്നാണ് ഈ കണക്ഷൻസ് ഇത്രയും വാസ്റ്റ് ആയത്. കാരണം ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സ് ഇതിനകത്ത് പെടുന്നു, എപ്സ്റ്റീൻ ഫയലിൽ വരുന്നു. ലോകത്ത് പക്ഷേ ഒരു മനുഷ്യന് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല. ഹോക്കിങ്സ് ഏത് രീതിയിലാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടേക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ എപ്സ്റ്റീൻ ഫയലിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉണ്ട്, അയാളുമായി കോൺടാക്റ്റ് ഉണ്ട്, സ്റ്റീഫൻ ഹോക്കിങ്സ് അത് സമ്മതിക്കുന്നുണ്ട്. ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ 1988-ലാണ് ഇയാൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഇന്നോവേഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ കമ്പനി ത്രൂ ആണ് പിന്നെയുള്ള ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത്. അത് വിപിൻ ചേട്ടൻ പറഞ്ഞ പോലെ സയൻസിലുണ്ട്, ഇപ്പോൾ നോം ചോസ്കി ഈ ലിസ്റ്റിലുണ്ട്, സ്റ്റീവ് ബാരൻ ഇതിനകത്തുണ്ട്, ഇപ്പോൾ ഇന്ത്യനാണെങ്കിൽ ഹർദീപ് പുരി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഹർദീപ് പുരിയോട് ചോദിക്കുമ്പോൾ ഹർദീപ് പുരി പറയുന്നത് ഞാൻ പീസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഫണ്ട് അന്വേഷിച്ച് പോയതാണ്. പക്ഷേ അങ്ങനെ കൺവിക്റ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ഈ സംഭവം ഹർദീപ് പുരിയുടെ സംഭവം നടക്കുന്നത് 2008-ലാണ്, 2009 കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോഴേക്കും ഇയാൾ കൺവിക്റ്റഡ് ആണ്, അയാൾ ഓൾറെഡി ജയിലിൽ പോയിട്ട് വരുവാണ്. അപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്നും അതിനെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ പദ്ധതി ഇയാൾക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് വ്യത്യസ്ത മേഖലകളിലാക്കിയപ്പോൾ കിട്ടിയ ഗുണം എല്ലാ മേഖലയിൽ നിന്നും ഇയാൾക്ക് പൈസ ലഭിച്ചിട്ടുണ്ടാവും. ഇയാളുടെ 2008-ന് ശേഷം FBI പരിശോധിച്ചപ്പോൾ ഇയാളുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിരുന്നു. ബുക്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 30 ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലുള്ള
ഏറ്റവും ടോപ്പായിട്ടുള്ള ജം എന്ന് പറയാവുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ടായിരുന്നു. ഈ ശാസ്ത്രജ്ഞന്മാർ പലരും ഇയാളുമായിട്ട് ഇമെയിൽ, അതിൽ നൊബേൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞന്മാർ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ 2008 ഈ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വനിതയായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞ ഇയാൾക്ക് തമാശയായിട്ട് മെയിൽ അയക്കുന്നുണ്ട്, നീ എന്തിനാ ഈ ക്രൈമൊക്കെ ചെയ്യുന്നത്, ആ രീതിയിലുള്ള തമാശ, അത്രയും ഒരു ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈയുടെ ക്രൈം പാറ്റേൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇതിൽ ഈ ആദ്യമായിട്ട് ഇയാൾക്കെതിരെ ആരോപണം വരുന്നത് 2 പെൺകുട്ടികളാണ്. ആനി ഫാർമർ, മരിയ ഫാർമർ എന്ന് പറയുന്നത്. രണ്ടുപേരും കലാകാരികളാണ്, സഹോദരിമാരാണ്. 96, 95 കാലഘട്ടത്തിലാണ് ഇയാളുമായി ബന്ധപ്പെടുന്നത്. മാക്സ്വെല്ലാണ് ഇവരെ ബന്ധിപ്പിക്കുന്നത്, ഇവരെ പീഡിപ്പിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ ആനി ഫാർമർ. അപ്പോൾ ഈ സഹോദരിമാരെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ FBI ആ സമയത്ത് ഇവരെ ഒരു നവാഡയിലോ മറ്റുള്ള ഒരു റാഞ്ചിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇവരൊന്ന് FBI കേസ് കൊടുക്കുമ്പോൾ ഇവരോട് പറയുന്നത് അത് ഞങ്ങളുടെ പരിധിയല്ല എന്നുള്ള രീതിയിൽ. ആ സമയത്ത് തന്നെ ഇയാൾ ശക്തമായിട്ടുള്ള ഇതുണ്ടാക്കുന്നുണ്ട്. പിന്നീടാണ് ഇയാൾ മിയാമിയിൽ പാമ്പി ബീച്ചിൽ ഇതാക്കുന്നത്. ഈ പാമ്പ് ബീച്ചിൽ ഇയാളുടെ റിസോർട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ട്രംപിൻ്റെ റിസോർട്ട് ഉണ്ടായിരുന്നത്. അല്ല, അത് മാത്രമല്ല, ഈ റിസോർട്ടിൻ്റെ ക്രിയേഷൻ, അതായത് ലിറ്റിൽ സാന്റ എന്ന് പറയുന്ന ഈ ഐലൻഡ് മൂപ്പരുണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്സ്റ്റീൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തിന് അതിന് ടോട്ടൽ കൺട്രോൾ എപ്സ്റ്റീൻ ആയിരിക്കണം. ഇപ്പം നമുക്കിപ്പം അങ്ങനെയൊക്കെ ഐലൻഡുകൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ, അതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അയാളത് ഡിസൈൻ ചെയ്തതിനകത്തും വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു അയാൾ ചെയ്യാൻ പോകുന്ന ക്രൈമിനെ, അല്ലെങ്കിൽ അയാൾ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ അനവധി വീഡിയോകൾ വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ. ആ ഐലൻഡിൽ ചുറ്റി പോകുന്ന ടൂറിസ്റ്റുകൾ, ഐലൻഡ് കാണാൻ പറ്റും അവരുടെ സ്പീഡ് ബോട്ടിലൊക്കെ. ഇപ്പോൾ ഏതോ ഒരാൾ അത് വാങ്ങിയിട്ടുണ്ട്, വേറെ ആൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ നമ്മുടെ വിർജീനിയ അവരുടെ ബുക്കിൽ അടക്കം പറയുന്നത് വെച്ചാൽ ഓരോ മുക്കുമൂലയും CCTV ആൽ നിയന്ത്രിതമാണ്. പിന്നെ അവിടുത്തെ ഓരോ ഹഡിലും ജോലി ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അവിടെ. അതാണ് നമ്മൾ അതിന് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുള്ളത്. അതായത് ഈ വിവിധ മേഖലകളിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കൻ കമ്പനികൾ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെ സുറിൽ പോലെയുള്ള, ട്വിൻ ടവേഴ്സ് പോലെയുള്ള ഒരുപാട് കമ്പനികളിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനികളൊക്കെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റുകൾ, അതായത് ഈ കാലാവസ്ഥ ഉച്ചകോടികൾ, കാലാവസ്ഥ സമ്മിറ്റുകൾ, സമാധാന ചർച്ചകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്, വെതർ ആൻഡ് ഇതായിട്ട് ബന്ധപ്പെട്ട്, ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇടപെട്ടിട്ടുള്ളത്. ആ മേഖലകളിലൊക്കെ തന്നെ ഇയാളുടെ ഒരു ഇടപെടൽ, എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ സൈഡിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഐവറി കോസ്റ്റ് വിഷയത്തിലൊക്കെ, ഐവറി കോസ്റ്റിൻ്റെ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിടത്തുനിന്ന് ഈ പറയുന്ന രീതിയിൽ ഈ ഐലൻഡ് ഡിസൈൻ ചെയ്യുന്നു, ഓരോ സ്ഥലത്തും CCTV ക്യാമറ വെക്കുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും, എങ്ങനെയാണ് ഈ ഇത്രയും 2 ലക്ഷത്തിലധികം ഫോട്ടോ വരണമെന്ന് പറയുകയാണെങ്കിൽ അത് എത്ര കാലത്തിൽ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ ഒരാളുടെ തന്നെ പല ആംഗിളിൽ നിന്നുള്ള പല ഫോട്ടോകളുണ്ട്. അപ്പോൾ എപ്സ്റ്റീനെ വിശ്വസിച്ച ആളുകൾ അവിടേക്ക് എത്തി, അത് വേറെ കാര്യം. പക്ഷേ എത്തിയ ആളുകളെ മുഴുവൻ ഇയാൾ കണ്ടത് അയാളുടെ ഭാവിയിൽ വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അവർ അവിടെ നടത്തുന്ന ഒരു മൊമെൻറ്റും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ബ്ലാക്ക് മെയിലാണ്. ഇപ്പോൾ ബ്ലാക്ക് മെയിൽ തിയറി തന്നെയാണ് പൊതുവിൽ പറയപ്പെടുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ അപകടത്തിൽ കുടുങ്ങിയ മുഴുവൻ ആളുകളുടെയും. 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ഒന്ന്, എപ്സ്റ്റീൻ ഇത്തരക്കാരനൊരാളാണെന്ന് ആദ്യമേ അറിയുമായിരുന്നില്ല, ഭൂരിപക്ഷം പേർക്ക് അറിയുമായിരുന്നില്ല. 2, ആ ഐലൻഡിൽ ചെന്ന് ഇത്തരം വൃത്തികേടുകൾ, ഏറ്റവും കൊടിയമായ അക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാ കാലത്തും ഈ ഐലൻഡിൽ കുഴിച്ചു മൂടപ്പെടുമെന്നുള്ള അസാധാരണമായ വിശ്വാസം ഈ ആളുകൾക്കുണ്ടായിരുന്നു. അതല്ലേ ഈ 2003 ആദ്യമായിട്ട് ഇയാൾക്കെതിരെ കേസ് വരുന്നത്. ഇയാളുടെ ഒരു ജീവനക്കാരി പരാതി കൊടുക്കുകയാണ്. ഇയാളുടെ പാം ബീച്ചിൽ റിസോർട്ടിൽ ചെയ്യുന്ന ഒരു ജീവനക്കാരി പരാതി വരും. പക്ഷേ പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് കൃത്യമായ തെളിവില്ല. ഈ അമേരിക്കയിലെ ഓരോ നാട്ടിലും ഓരോ ഫെഡറൽ നിയമം വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു അറസ്റ്റ് വാറണ്ട് അല്ലെങ്കിൽ ഒരു റെയ്ഡ് വാറണ്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് ഇത്രയും വലിയ ഹൈ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടും. അപ്പോൾ ഇതിന് അവർ കുറേ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2003 തൊട്ട് 2006 വരെ വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാളെ സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്, ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് റെയ്ഡ് നടത്തിയിട്ടും
ഇയാളെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് മാത്രമല്ല ആ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കഥയുണ്ടല്ലോ, ട്രംപുമായിട്ടൊരു ആ ട്രംപുമായിട്ട്. ട്രംപ് ഫോൺ വിളിച്ച് അത് പറഞ്ഞാൽ ഇവർ ഈ ട്രംപ് പറയുന്നത്, ട്രംപ് 2002 ഈ പിന്നെ ന്യൂയോർക്ക് മാഗസിനായിട്ട് ഈ എപ്സ്റ്റീനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കൊടുക്കുമോ, അയാളെക്കുറിച്ച് എന്തോ ഫീച്ചർ ചെയ്യും. അപ്പോൾ അതിൽ ട്രംപ് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, കോട്ട് ചെയ്യുന്നുണ്ട് ട്രംപിനെ. ട്രംപ് പറയുന്നത് നല്ല മനുഷ്യന്മാരാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പിന്നെ അയാൾക്കും ചെറിയ പെൺകുട്ടികളെ ഇഷ്ടമാണ്, എനിക്കും ചെറിയ പെൺകുട്ടികളെ ഇഷ്ടം. ഇതാണ് ഇപ്പോൾ അമേരിക്കയിൽ ഇത് വെക്കുന്നത്. പിന്നെ മാത്രമല്ല 92-ലോ 94-ലോ ഈ ട്രംപിൻ്റെ ഈ റിസോർട്ടിൽ നടത്തുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയിൽ ഈ പിന്നെ ഇയാൾ എപ്സ്റ്റീൻ വരികയും കുറേ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത്, ചെറിയ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് നോക്കിയിട്ട് അത് വളരെ ഇതായുള്ള ട്രംപും പറഞ്ഞു അത് ഓക്കെയാണ്, ഞാൻ വന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് അതെ ഇയാളുടെ ഒരു ബന്ധമാണ്. മാത്രമല്ല ഇപ്പം ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള പേരുകളുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിവിധ തുറയിൽ നിന്നുള്ള ആളുകൾ, ഇപ്പം ആത്മീയ നേതാവായിട്ടുള്ള ആത്മീയാചാര്യൻ എന്ന് കരുതപ്പെടുന്ന ദലൈലാമ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കുട്ടികളുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത്. അതായത് ഇതിന് മുൻപ് ഏതെങ്കിലും സിറ്റുവേഷനുകളിൽ ഇവർ കുട്ടികളോട് എങ്ങനെ ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പൊതുവിൽ ഈ ആരോപണത്തിന് ശേഷം പുറത്തു വന്ന് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ആ ചിത്രങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾ രണ്ടാമതൊരു വട്ടം ചിന്തിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ ഇതിലൊരു കുഴപ്പമില്ലേ എന്ന് തോന്നിപ്പിക്കാൻ കൂടി, അതായത് നമുക്ക് ആരോപിക്കാൻ പറ്റില്ല, എന്നാലും അത് അങ്ങനെ ഒരു സന്ദേശം ഈ ക്രിമിനലിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഇത്രയും വലിയ ഡാറ്റ കുത്തൊഴുകുകയാണ്, അതിൽ നിന്ന് സംഭവിക്കുന്നുണ്ടുള്ള. അപ്പോൾ അങ്ങനെ ഇത് നമ്മളെ സംശയിപ്പിക്കുന്ന തരത്തിലൊരു പ്രചരണം നടക്കുമ്പോഴാണ് ഈ ഇമെയിൽ സന്ദേശങ്ങൾ ഇങ്ങനെ വരുന്നത്. അതിലാണ് ബിഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഇമെയിൽ പറയുന്നത് എനിക്ക് പെൺകുട്ടികൾ ഇഷ്ടമാണ്, മാത്രമല്ല ചെറിയ പെൺകുട്ടികൾ ഇഷ്ടമാണ്, എനിക്ക് ചെറിയ കുട്ടികൾ ഇഷ്ടമാണ്. അതിന് സമാനമായ രീതിയിലാണ് മെയിൽ സന്ദേശങ്ങൾ പലരും പ്രമുഖരായിട്ടുള്ള ആളുകളുമായി നടത്തിയിട്ടുള്ള കോൺവെർസേഷൻ, ഇമെയിൽ കോൺവെർസേഷനുകൾ ഉപയോഗിക്കുന്ന ജാർഗണുകളൊക്കെ ഭയങ്കര രസമാണ്. എന്താണ് എൻ്റെ ലിറ്റിൽ ഗിഫ്റ്റ് എന്നാണ് ഒരു ഫ്രേസ് ഉള്ളത്. പിന്നെ ഇത്തവണത്തെ ഡിന്നർ എങ്ങനെയായിരിക്കും, എൻ്റെ സൺഡേ ഡിന്നർ എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ആളുകൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെടുന്നത്. അതായത് എപ്സ്റ്റീൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കൃത്യമായി അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ ചോദിക്കുന്ന തരത്തിൽ എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോൺവെർസേഷൻസ് നടന്നേക്കുന്നത്. ഇത് ഈ ജൂലി ബ്രൗൺ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയുണ്ട്, മിയാമി ഹെറാൾഡ്. ഇയാൾ 2008 ഈസി ആയിട്ട് പുറത്തു വരികയാണ്. നമുക്ക് പിന്നീട് ട്രംപിൻ്റെ നിയമ സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു അന്ന് മിയാമിയിലെ അറ്റോർണി ജനറൽ. അയാളായിരുന്നു ഈ കേസ് നടത്തേണ്ടത് മിയാമി പോലീസിന് വേണ്ടിയിട്ട്. അവസാനം ഈ ഇരകളുടെ സമ്മതമില്ലാതെ പിന്നെ നോൺ പ്രോസിക്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി ഇയാൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പോലും വ്യാജം ഉണ്ടാക്കിയതാണെന്ന് അടക്കമുള്ള ഒരു സീരീസ് ഓഫ് ഇത് വന്നതിന് ശേഷം 2018-19 ഇയാൾക്കെതിരെ വീണ്ടും ഇതാക്കുന്നത്. ഈ ജൂലി ബ്രൗണിനെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുണ്ട്. അവർ CNN ഈ പുതിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തി. അവർ പറയുന്നു ഇത് കറക്റ്റ് ഒരു ആഗോള നെറ്റ്വർക്കാണ്, ഇത് ഒരു ലൈംഗിക കുറ്റവാളി എന്നതിനപ്പുറം കള്ളപ്പണം വെളുപ്പിക്കൽ, അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ എല്ലാം നടക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്. അതിലൊരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇയാളെ ഈ ജൂലി ബ്രൗൺ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാ ഞാൻ അടുത്ത് പറയാൻ വന്നത്. അതായത് ആദ്യ കേസിൽ ഇയാൾ വളരെ കുറച്ചു കാലമേ ജയിലിൽ കിടക്കുന്നുള്ളൂ. പക്ഷേ ആ കേസ് സംഭവിക്കുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഫാർമർ സിസ്റ്റർമാരുടെ വെളിപ്പെടുത്തൽ വന്നു കഴിഞ്ഞു. 988 ശേഷമുള്ള ഇയാളുടെ ക്രൈം റെക്കോർഡുകൾ പുറത്തുണ്ട്. ട്രംപുമായിട്ടുള്ള ഈ ഫോട്ടോ പുറത്തുനിന്ന് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അറസ്റ്റിലായി ഇങ്ങനൊരു ഫയലുണ്ട് എന്ന് കോടതിയിൽ ബോധ്യപ്പെടുന്നു. അതായത് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഫയലുണ്ട് എന്ന്, എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് കുറച്ച് രേഖകളുണ്ട് എന്നുള്ള തുടക്ക കാലഘട്ടത്തിൽ ചർച്ചകൾ വരും. പക്ഷേ അപ്പോൾ അതൊന്നും പരിശോധിക്കാൻ ഈ ഭരണകൂടം തയ്യാറാവുന്നില്ല, ആരും ആവശ്യപ്പെടുന്നില്ല. അത് അന്ന് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിൻ്റെ ഭാഗം, ഈ സമീപകാലം വരെയും അത് പൊളിറ്റിക്കൽ ഡിബേറ്റിൻ്റെ ഭാഗമാണ്. ട്രംപിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകൾ ഉടനെ എപ്സ്റ്റീൻ ഫയൽ വിടണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് ജൂലി ബ്രൗണിനെ പോലെയുള്ള വളരെ കുറച്ച് പേര് മാത്രമാണ്. ഈ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ പറഞ്ഞു അത് പറയുന്നില്ലേ, ഈ നമ്മൾ ഈ പോപ്പിൻ്റെ ഒപ്പം നിൽക്കുന്ന പടമുണ്ട്, അവരുടെ ഒപ്പം നിൽക്കുന്ന പടമുണ്ട്, മറ്റവരുടെ കൂടെ നിൽക്കുന്ന പടമുണ്ട്, എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ എനിക്ക് കൗതുകമായി തോന്നിയത്, നമ്മൾ ഈ ഒരു മതവിഭാഗത്തിൻ്റെ, ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഏറ്റവും വളരെ പ്യൂറസ്റ്റായ, അവർ വളരെ ആദമായി കടന്നാണ്
മക്കയിലെ കബ്ബ. ആ കബ്ബയിൽ പുതപ്പിച്ച ആ പുതപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. മക്കയിലെ ജലം പോലെ അതിൻ്റെ ഒരു കഷ്ണം പോലും ഇയാൾക്ക് സമ്മാനമായിട്ട് കിട്ടും. ഈ ക്രൈം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ക്രൈമിനെ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയെന്നുള്ളത് ആർക്ക്? ആലോചിക്കുമ്പോഴാണ് ഇതിന് ബിയോണ്ട് റിലീജിയസ് സാധനം അല്ലെങ്കിൽ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറിയിട്ട് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമായി ഈ വിഷയം മാറുന്നു എന്നുള്ളത്. ഞാനതാണ് ഏറ്റവും അവസാനം വായിച്ചൊരു ട്വീറ്റിലോ ഫേസ്ബുക്ക് പോസ്റ്റിലോ കണ്ടത് പറഞ്ഞാൽ, ഇയാൾ മരിച്ചു എന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇത്രയും ലോക നേതാക്കളെ കയ്യിലെടുത്ത അല്ലെങ്കിൽ ഇത്രയും ലോകക്രമത്തിൽ പിന്നെ ഇടപെട്ട നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇതാക്കുന്ന ഒരു രാത്രി ഒരു സെല്ലിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അല്ല, ഈ കൺഫ്യൂഷനാണ് ആക്ച്വലി ഇപ്പം നടക്കുന്ന ഡിസ്കഷൻ്റെ മറ്റൊരു വശം. അതായത് നിങ്ങളുടെ അടുത്ത് എപ്സ്റ്റീൻ ഫയലുണ്ട്, ഇത്രയും ഡാറ്റ പുറത്തുണ്ട്, അതിൻ്റെ ഓതൻറ്റിസിറ്റി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പലരും നിഷേധിക്കുന്നില്ല, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു? എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്ന് എല്ലാവരും കണ്ടു, കൊള്ളാം. US-ൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇതിൻ്റെ റെക്കോർഡുകളുണ്ട്. നമുക്ക് അത് ഒരു പരിധി വരെ അക്സസബിളുമാണ്. കുറച്ച് കോൺഫിഡൻഷ്യൽ ഡേറ്റ കിട്ടുന്നില്ല. മാത്രമല്ല അത് ഇനി ബാക്കി പുറത്ത് വിടരുതെന്ന് ഇപ്പോൾ കോടതി അതിനെ റൂളിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി സംഭവിക്കുന്നത് ഇതെല്ലാം പുറത്തു വന്നു. നമുക്ക് ഇത്രയും പേരുകളുണ്ട്. ഇപ്പം നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ബജറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, രാഷ്ട്രീയപരമായ മറ്റ് വിയോജിപ്പുകൾ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള രാഷ്ട്രീയത്തോട് പലർക്കും വിയോജിപ്പുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് ഈ കരാർ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ഡാറ്റ, ഈ മനുഷ്യരെ ലക്ഷ്യമിട്ടാണ് ഈ കരാറിന് വന്നിരിക്കുന്നതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നത്. സഭയാണ്, വളരെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന പ്രസംഗമാണ്, അതിൽ നമുക്ക് എന്തെങ്കിലും കയറി വിളിച്ചു പറഞ്ഞ് പോകാൻ പറ്റില്ല. മാത്രമല്ല അത് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ആ പ്രസംഗത്തിലാണ് പറയുന്നത് എപ്സ്റ്റീന് അംബാനിയെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾ ഈ സഭയിൽ മന്ത്രിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആരും അത് നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഹർദീപ് പുരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹർദീപ് പുരി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെനിക്കൊരു തർക്കമില്ല. ഞാൻ അവിടുന്ന് എനിക്ക് ഫണ്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഞാൻ ഇന്ന സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ന്യൂയോർക്കിലായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചോദ്യമില്ല, ഒരു 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 ഡിബേറ്റ് ഇല്ല, അല്ലെങ്കിൽ അതിന്മേൽ തുടർ ചർച്ചകളില്ല. ഹർദീപ് പുരിക്ക് പിന്നെ ഒന്നും വിശദീകരിക്കേണ്ടി വരുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഈ പറയുന്ന ആളുകളൊക്കെ സമ്മതിക്കുന്നു, ഞാൻ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കയായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും പറയുന്നത്. ഈ ട്രംപിൻ്റെ കാര്യം തന്നെയാണ്. ട്രംപിൻ്റെ ഇതുവരെയുള്ള ഡോക്യുമെൻറ്റ്സ് വന്നിട്ട് ഇയാളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഈ ഫയലിലുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ FBI ഡയറക്ടറായ കാഷ് പട്ടേലൊന്നും സമ്മതിക്കില്ല. അല്ല, സെനറ്റിന് മുമ്പിൽ ഹിയറിങ്ങിന് വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒഴിഞ്ഞു മാറുകയായത്. പക്ഷേ പിന്നെ CNN റിപ്പോർട്ടിലോ മറ്റോ 1000-ന് മുകളിൽ തവണ ട്രംപിൻ്റെ പേരുണ്ട്, പല തവണയായിട്ട് വരുന്നത്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇത്തരത്തിലൊരു പേരുള്ള ഒരാളാണ് ട്രംപ്. പക്ഷേ അതിൽ ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ പ്രകാരം 2000-ൻ്റെ തുടക്കത്തിന് ശേഷം ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ട്രംപ് തറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നതിൽ 2016 നമ്മുടെ ഈ എപ്സ്റ്റീൻ ബിൽഗേറ്റ്സിന്, മൈക്രോസോഫ്റ്റിന് ബിൽഗേറ്റ്സിന് അയച്ചൊരു മെയിൽ പുറത്തു വന്നത്. അതായത് ട്രംപ് അധികാരത്തിലേറിയ ശേഷം പുതിയ ഭരണകൂടത്തിലെ ഹൈ ഒഫീഷ്യൽസ് എൻ്റെ ദ്വീപിൽ പാർട്ടിയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള മാത്രമല്ല, ട്രംപിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് പറയുന്നത്. അയാൾ, നമുക്കതിനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അയാൾ കുരയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതായത് കുരയ്ക്കാത്തൊരു പട്ടിയാണ് എന്ന് പറയുന്ന പോലെ. അത് 2011 ഈ 2011 ഇയാൾ ഈ കേസിൽ നിന്ന് പുറത്തു വന്ന് ശേഷം ഈ മാക്സ്വെലിനോ മറ്റാർക്കോ അയക്കുന്ന ഒരു മെയിലാണ് പറയുന്നത്. അത് നമ്മൾ ഇവർ തമ്മിലുള്ള ബന്ധം മിസ്റ്ററി ആണ്. അത് അമേരിക്കയിലും ചർച്ചയാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയിലെ കാര്യം പറഞ്ഞ ഈ ഹർദീപ് പുരിയും അതിനുശേഷം വരുന്ന അനിൽ അംബാനിയും അതിനുശേഷം വരുന്ന ഇസ്രായേൽ സന്ദർശനമൊക്കെ അതിലേക്ക് വളരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ലോകത്തിൻ്റെ പല സ്ഥലത്തും പല തരത്തിലാണ് ചലനം ഉണ്ടാക്കുന്നത്. പല രാജകുടുംബങ്ങൾ, ഇപ്പോൾ പറയുന്നത് പിന്നെ നെതർലാൻഡ്സിലൊക്കെ രാജകുടുംബങ്ങൾ ഇയാളുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അത് മാത്രമല്ല, വലിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ. ഫ്രാൻസ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇമ്മാനുവൽ മാക്രോയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഫ്രാൻസിൻ്റെ വിദേശകാര്യ വക്താവായിരുന്ന, ഫ്രാൻസിനെ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന അവരുടെ ഒരു നയതന്ത്രജ്ഞൻ, ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട്, എയ്ദൻ എന്ന് പറഞ്ഞിട്ട്. എയ്ദനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേര് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ നിരവധി തവണ പരാമർശിക്കപ്പെടുകയും
അത് സത്യമാണെന്ന രീതിയിൽ ഫ്രഞ്ച് സർക്കാർ അംഗീകരിക്കുന്ന നിലയിലേക്കാണ് മാക്രോയുടെ പ്രതികരണമുള്ളത്. മാക്രോ പറയുന്നത് ഇത്രയും ആയ സ്ഥിതിക്ക് അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ ഭരണകൂടം വിലയിരുത്തുന്നു ഹീസ് സംതിങ് ദെയർ ഇസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഇതിനുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ഫ്രഞ്ച് ഭരണകൂടം വിലയിരുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുറേ പേരെ പുറത്താക്കി. അതെ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഇത് തള്ളിക്കളയാനും പറ്റില്ല, എന്നാൽ ഇതിൽ നടപടികളും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഈ പുറത്താക്കിയ ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്, അവർ അതുവഴി പോകുന്നു. ഇപ്പൊ ഹർദീപുരി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഈ ട്രംപിന്റെ ഭരണകൂടത്തിലാണ് മുൻ പിന്നെ നിയമകാര്യ സെക്രട്ടറി പോയി, അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടല്ലോ. അയാൾ വ്യാജ രേഖ ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ ജൂലിയൻ ബ്രൗണിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാളെ നോൺ പ്രോസിക്യൂഷൻ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ വ്യാജരേഖയാണെന്നുള്ള പറയുന്നത്. അയാൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മൾ ഈ മുമ്പ് പിന്നെ പനാമ പേപ്പർ അങ്ങനെ വിക്കിലീക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവർ എക്സ്പോസ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കാണുന്നതൊന്നുമല്ല ലോകക്രമം എന്നുള്ളതാണ് ആദ്യമായിട്ട്. അത് മാത്രമല്ല, ഇത്രയും വലിയ ക്രൈം ചെയ്തവർ വളരെ കൂളായി, ഒരു കുഴപ്പമില്ലാണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇത്രയും വലിയ ക്രൈം ചെയ്തയാൾക്ക് കൊടപിടിച്ചവർ വളരെ കൂളായി നടക്കുന്നു. അതെ അതെ, ആ ഈസിനെസ് ആണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അതായത് നെറ്റ്വർക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള കഥകൾ നമ്മൾ പല കാലഘട്ടത്തിലും പല പേപ്പറുകളിലും ഈ പറഞ്ഞ പല ലീക്കുകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവരെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ സമൂഹത്ത് അല്ലെങ്കിൽ ഈ സമൂഹം ഇവരോട് എന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള, അതും ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമല്ല. ആരാണ് എത്ര സീറ്റുണ്ടെന്നുള്ളതല്ല. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിനകത്ത് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ എപ്സ്റ്റീൻ ഫയലാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇത് ഒതൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ അതെൻ്റെ അടുത്തുണ്ട്, ഞാനത് കാണിക്കാം. പക്ഷെ അതിൽ പോലും അയാളെ കളിയാക്കാനാണ്, അതായത് പ്രതിപക്ഷ നേതാവിനെ കളിയാക്കാനാണ് ശ്രമിക്കുന്നത്. അയാൾ ഞാൻ പോയാൽ എന്താ കുഴപ്പം, ഞാൻ എഫ്സിനെ കണ്ട എന്താ കുഴപ്പം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ അവർക്കുള്ള ധൈര്യം ഇപ്പുറത്ത് ഇത് കഥയാണോ സത്യമാണോ എന്ന് തെളിയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു കാര്യം കൂടെ അതിലുള്ളത്, അമേരിക്ക ഇപ്പോൾ ഇതൊക്കെ പുറത്തു വിട്ടു, കോടതി അതിനകത്ത് ഇടപെട്ടു, ഈ അതിജീവിതകളുടെ സ്വകാര്യത മാനിച്ച് ഇനി അത് പുറത്ത് അവൈലബിൾ ആക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫയൽ പുറത്തു വന്നതോടെ ലോകത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും, പ്രധാനപ്പെട്ട നമ്മൾ കരുതുന്ന രാജ്യങ്ങളുടെയും ഭരണ സംവിധാനങ്ങൾക്കകത്ത് ഒരു അസ്ഥിരതയുണ്ടായിരുന്നു. നേരത്തെ വിപിൻ ചേട്ടൻ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റുകൾ പുറത്തു പോകുന്നു, മന്ത്രിമാർ രാജിവെക്കുന്നു, നേതാക്കൾ ആത്മീയ ആചാര്യന്മാർ ചോദ്യചിഹ്നത്തിലാവുന്നു, ശാസ്ത്രജ്ഞരും ചിന്തകരും പ്രശ്നത്തിലാവുന്നു, കലാകാരന്മാർ പ്രശ്നത്തിലാവുന്നു. പക്ഷേ ഇതെല്ലാം ഈ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റ്, നമുക്ക് തന്നെ നമ്മുടെ പാർലമെൻറ്റിൽ ഇത് സംഭവിക്കുന്നു. ഈ അസ്ഥിരത അമേരിക്ക മുതലെടുക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടെ ബാക്കിയാവുമ്പോഴാണ്. അല്ല, ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ കാര്യം വെച്ചാലേ ഇപ്പം ലോകത്തിൽ അതിൻ്റെ സാമ്പത്തിക ക്രമത്തിലും ലോകക്രമത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും പറയുമ്പോൾ ഇങ്ങനെ ഒരു ബോംബിടുക എന്നുള്ളത് ഇതാണ് എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണോ എന്നുള്ള ചിന്തിക്കുന്നവരുണ്ടാവും. കാരണം പക്ഷേ ഇതിൽ റഷ്യയും ചൈനയും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാനോ അങ്ങനെയുള്ള ഒരു രീതിയാണോ, പ്രത്യേകിച്ച് ട്രേഡ് കരാറൊക്കെ മാറുന്ന രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഒരു ടേക്കാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഗൗരവത്വം നിൽക്കുന്നത് ഈ രണ്ടാംഗിളിലും പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിട്ടാണ് ഈ കരാറിൽ ഒപ്പിടിച്ചത്. നമുക്കറിയില്ല ഈ പറഞ്ഞ അല്ല, എപ്സ്റ്റീൻ ഫയൽ എഫക്റ്റ് ആണോ കരാർ എന്നൊക്കെ ചോദിച്ച് പ്രതിപക്ഷം രംഗത്ത് വരുന്നതും കൂടി അതുകൊണ്ടാണ്. അതെ, എപ്സ്റ്റീൻ ഫയൽസിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് ചർച്ച ചെയ്തത്. ഈ കരാറുണ്ടാക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഭൂകമ്പങ്ങൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്.